ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വണ്ടി ഓടിക്കുന്നവർക്കറിയാം, ബ്രേക്കിൽ കാല് വയ്ക്കാതെ വണ്ടി ഓടിക്കാനാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. ബ്രേക്കിൽ കാല് വയ്ക്കുക എന്ന് പറയുന്നത് വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാർ സ്വതവേ ഇഷ്ടപ്പെടുന്നൊരു കാര്യമല്ല. അതില്ലാതെ അങ്ങ് ഓടിക്കുക. മനുഷ്യൻ്റെ സ്വഭാവവും ഏതാണ്ട് അതുപോലെ തന്നെയാണ്. ഒന്ന് തിരിഞ്ഞു നോക്കാതെ അങ്ങ് പോവുക. ഞാൻ എങ്ങോട്ടാണ് പോണത്, ഞാൻ പോകുന്ന വഴി ശരിയാണോ, തിരിഞ്ഞു നോക്കാതെ പോകുക. അതാണ് മനുഷ്യൻ്റെ സ്വതവേയുള്ളതായ പ്രകൃതം. ഏറെ ഓടിക്കഴിയുമ്പോഴേ മനുഷ്യൻ അറിയുകയുള്ളൂ, വഴി തെറ്റി, ഞാൻ ഓടിയ വഴി ശരിയായില്ല എന്ന്. അപ്പോഴേക്ക് ജീവിതം ഏതാണ്ട് നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടായിരിക്കും, താറുമാറാക്കി കളഞ്ഞിട്ടുണ്ടായിരിക്കും. സ്വാമി വിവേകാനന്ദൻ പറയുന്നതായി ഞാൻ വായിച്ചിട്ടുണ്ട്, മനുഷ്യനെന്ന് പറഞ്ഞാൽ വജ്രമാണ്, പക്ഷേ ചെളിയിലാണ് കിടക്കുന്നതെന്ന്. ഡയമണ്ടാണ്, പക്ഷേ ചെളിയിലാണ് കിടക്കുന്നത്. ചെളിയിൽ കിടക്കുന്ന ഡയമണ്ടാണ് മനുഷ്യനെന്ന്. അവൻ്റെ ചെളി കഴുകിയെടുത്താൽ മാത്രമേ മനുഷ്യൻ ശരിയായ അവൻ്റെ പ്രകാശവും അവനെക്കൊണ്ടുള്ള പ്രയോജനവും ഉള്ളൂ എന്ന്. പ്രിയപ്പെട്ട ദൈവമക്കളെ, മനുഷ്യനെ കഴുകുന്നതായ ആ കർത്താവായ യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ ശക്തി, ക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തം തരുന്നതായ ആ ഭാവി, ഇതെല്ലാമാണ് നമുക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നത്. എന്താണ് നമുക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നത്? നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം എടുക്കാം. അതിൻ്റെ 22-ാമത്തെ വാക്യം ആദ്യം വായിക്കാം. 17-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം. പിന്നെ അവൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ മനുഷ്യപുത്രന്റെ ഒരു ദിവസം കാണുവാൻ ആഗ്രഹിക്കുന്ന കാലം വരും, കാണുകയില്ലതാനും. മനുഷ്യപുത്രൻ്റെ ഒരു ദിവസം കാണുവാൻ ആഗ്രഹിക്കുന്ന കാലം വരും, പക്ഷേ കാണുകയില്ല. അന്ന് കർത്താവായ യേശുവിൻ്റെ മനുഷ്യാവതാരം കർത്താവ് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലമാണ്. അന്ന് മനുഷ്യന് വേണ്ട, അന്ന് മനുഷ്യന് യേശുവിനെ വേണ്ട. ബഹുഭൂരിപക്ഷം പേർക്ക് യേശുവിനെ വേണ്ട. വളരെ ചുരുക്കം പേർക്ക്, നിസ്സാരന്മാരായ ചില ആളുകൾക്ക് മാത്രം മതി കർത്താവായ യേശുവിലുള്ള വിശ്വാസവും ആ ബന്ധവുമെല്ലാം. ബഹുഭൂരിപക്ഷത്തിനും അവനെ വേണ്ട. പക്ഷേ കർത്താവ് ഒരു മുന്നറിയിപ്പ് പോലെ കൊടുത്തു, ഇനി ഒരു ദിവസം നിങ്ങൾക്ക് ആവശ്യം വരും, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ഒരു ദിവസം കാണുവാൻ ആഗ്രഹിക്കും. ദൈവമക്കളെ, സത്യമാണത്. വെളിപാട് പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ, ഇത് സാക്ഷീകരിക്കുന്നവൻ അതെ ഞാൻ വേഗം വരുന്നുവെന്ന് അരുളി ചെയ്യുന്നു. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു വരണമേ എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട്. അങ്ങനെ ഒരു ജനസമൂഹമുണ്ട്. ഒരുപാട് ഭൂരിപക്ഷമൊന്നും ഉണ്ടായില്ലെങ്കിലും വാസ്തവമായ കർത്താവായ യേശുവിൻ്റെ ദിവസം കാണണമെന്നും അവൻ വീണ്ടും വരണമെന്നും അവനോടുകൂടെ ജീവിക്കണമെന്നും അവൻ്റെ ഒരു അടിമയെപ്പോലെ ക്രിസ്തുവിൻ്റെ കൈക്കീഴിൽ താണിരിക്കണമെന്നും ആഗ്രഹിക്കുന്നതായ ഒരു കൂട്ടം ജനമുണ്ട്. എന്നാൽ ആത്മീയ രംഗത്തെ നാം നോക്കുമ്പോൾ ആ അധ്യായത്തിൻ്റെ തുടർന്ന് താഴത്തേക്ക് നാം വായിച്ചാൽ 22 മുതൽ 36 വരെയുള്ള വാക്യം വായിച്ചാൽ ആത്മീയ രംഗത്തെക്കുറിച്ചുള്ളതായ മനുഷ്യൻ്റെ മനോഭാവം നമുക്ക് കാണാനായിട്ട് സാധിക്കും. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാളിലും ഉണ്ടാകും. നോഹ പെട്ടകത്തിൽ കിടന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു, അവരെ എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെയും തന്നെ അവർ തിന്നും കുടിച്ചും കൊണ്ടും വിറ്റും നട്ടും പണിതും പോന്നു.
എന്നാൽ ലോത്ത് സോദോം വിട്ട നാളിൽ ആകാശത്തു നിന്ന് തീയും ഗന്ധകവും പെയ്ത് എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ അവണ്ണം തന്നെയാകും. അന്ന് വീട്ടിന്മേലിരിക്കുന്നവൻ വീട്ടിനകത്തുള്ള സാധനം എടുപ്പാൻ ഇറങ്ങിപ്പോകരുത്. അവണ്ണം വയലിരിക്കുന്നവന് പിന്നോക്കം തിരിയരുത്. ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവിൻ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നാം ഇവിടെ മനുഷ്യപുത്രൻ്റെ കാലമെന്ന് വായിച്ചു, നോഹയുടെ കാലമെന്ന് വായിച്ചു, ലോത്തിൻ്റെ കാലമെന്ന് വായിച്ചു. ഇതെല്ലാം ചരിത്രത്തിലെ സംഭവങ്ങളാണ്. നോഹയുടെ കാലം, ലോത്തിൻ്റെ കാലം. എന്താണ് നോഹയുടെ കാലത്ത് എന്താണ് സംഭവിച്ചത്? നോഹയുടെ കാലത്ത് ഒരു സമൂഹത്തെ ദൈവം ന്യായം വിധിച്ചു. അന്നത്തെ സമൂഹത്തെ ദൈവം ന്യായം വിധിച്ചു. അന്നത്തെ സമൂഹം അവരെന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? നോഹ പെട്ടകത്തിൽ കിടന്ന നാൾ വരെ അവർ തിന്നും കുടിച്ച് വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ഇതൊന്നും തെറ്റായ കാര്യമല്ല. വിവാഹം കഴിക്കുക, വിവാഹത്തിന് കൊടുക്കുക, ഇതൊന്നും തെറ്റായ കാര്യമല്ല. എല്ലാം ശരിയായ കാര്യം തന്നെയായിരുന്നു. പക്ഷേ ആ കാലത്തും ദൈവത്തിൻ്റെ വചനമുണ്ടായിരുന്നു. പെട്ടകത്തിൽ കിടക്കുക എന്നുള്ള വചനത്തെ അവഗണിച്ചുകൊണ്ട് ഏത് ശരിയായ കാര്യം ചെയ്താൽ പോലും വചന അനുസരിക്കാതെ ചെയ്താൽ ശരിയായ കാര്യത്തിന് പോലും വിലയില്ല. അവിടെ ആ സമൂഹത്തെ ദൈവം ന്യായം വിധിച്ചു. ചെയ്ത കാര്യമല്ല തെറ്റവിടെ. പക്ഷേ നോഹയുടെ കാലത്തെ വഷളത്വം ഉണ്ടായിരുന്നു എന്നെല്ലാം ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ കർത്താവ് എടുത്തു പറയുന്ന കാര്യത്തിൽ ആ വഷളത്വത്തെക്കുറിച്ച് പറയുന്നില്ല. ശരിയായ കാര്യമാണ് ചെയ്തതൊക്കെ, പക്ഷേ അനുസരിക്കാതെയാണ് ചെയ്തത്. വചനം അനുസരിക്കാതെ നല്ല കാര്യം ചെയ്താൽ പോലും അതിന് വിലയില്ല. അവിടെ ന്യായവിധി. ലോത്തിൻ്റെ കാലത്തെ ന്യായവിധി നമുക്കറിയാം. അന്നും മനുഷ്യൻ വിറ്റും നട്ടും തിന്നും കുടിച്ചും പോന്നു. ഇതൊന്നും തെറ്റായ കാര്യമല്ല. പക്ഷേ ലോത്തിൻ്റെ കാലത്ത് നാം അവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് സോദോം ഗോമോറയെ ന്യായം വിധിച്ചു മാത്രമല്ല, ലോത്തിനും കുടുംബത്തിനും ഒരു ന്യായവിധി കൂടെ ഉണ്ടായി. അവിടെ നോഹയുടെ കാലത്തൊരു സമൂഹം ന്യായവിധിയിലേക്ക് വന്നു. ലോത്തിൻ്റെ കുടുംബവും ന്യായവിധിയിലേക്ക് വന്നു. വിതച്ചത് കൊയ്ത ഒരു മനുഷ്യനാണ് ലോത്തിൻ്റെ കുടുംബം. ലോത്ത് ധനത്തോട് ആർത്തിയുള്ളൊരു മനുഷ്യനായിരുന്നു. അങ്ങനെയാണല്ലോ അബ്രാഹാമായിട്ട് പിരിയുന്ന കാലത്തെല്ലാം നാം വായിക്കുന്നത് അപ്രകാരമാണ്. പക്ഷേ ലോത്തിന് അതിൽ നിന്ന് പുറത്തു കിടക്കാൻ സാധിച്ചു. പക്ഷേ ലോത്തിൻ്റെ ഭാര്യയ്ക്ക് ആ ദ്രവ്യാഗ്രഹത്തിൽ നിന്നോ ആ സമ്പത്തിനോടുള്ള ആർത്തിയിൽ നിന്നോ പുറത്തു കിടക്കാനായിട്ട് സാധിച്ചില്ല. അവരുടെ മക്കൾക്ക് ഇതൊന്നും വിഷയമല്ല. മക്കൾ ജഡീകമായ ചിന്ത മാത്രമുള്ളതായ മക്കളായിട്ട് അധപ്പതിക്കുകയും ചെയ്തു. നാം തിരുവചനത്തിൽ വായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാത്തിനും ഒഴുക്കിനൊത്ത് ഒഴുകുന്ന ഒരു സമൂഹത്തെയാണ് നാം അവിടെയെല്ലാം കാണുന്നത്. ഒഴുക്കിനൊത്ത് ഒഴുകുക, ദൈവത്തിൻ്റെ വചനത്തെ വില കൊടുക്കാതെ ഒഴുക്കിനൊത്ത് ഒഴുകുന്ന ഒരു സമൂഹം. അങ്ങനെയുള്ളതായ ഒരു സമൂഹമാണ് അസുഖത്തിൽ ന്യായവിധിയിലേക്ക് വരുന്നു. അവിടെ വ്യക്തികൾക്കെല്ലാം ന്യായവിധി ഉണ്ടാകുന്നു. എന്നാൽ രക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹമുണ്ടാകുന്നവർ രക്ഷിക്കപ്പെടുന്നു. വയലിൽ 2 പേരിരിക്കുന്നു, കിടക്കയിൽ 2 പേര്, ഒരാൾ രക്ഷിക്കപ്പെടുന്നു. അഥവാ എനിക്ക് രക്ഷയുടെ സന്തോഷം വേണം, ആത്മാവിൻ്റെ വില മനസ്സിലാക്കി ജീവിക്കുന്നവർ എല്ലാ കാലത്തും രക്ഷയിലേക്ക് വരും. എന്നാൽ ആത്മാവിൻ്റെ വില മനസ്സിലാക്കാതെ ജീവിക്കുന്നവർ എല്ലാ കാലത്തുമുണ്ട്. അവർക്കൊരു കാലത്തും കർത്താവിൽ നിന്ന് ആ രക്ഷ അനുഭവിക്കാനും സാധിക്കില്ല. ഒരു ന്യൂനപക്ഷം മാത്രമേ ആത്മാവിനെ കരുതി ജീവിക്കുന്നവരുള്ളൂ. ക്രിസ്തീയ ഗോളത്തിലേക്ക് നാം നോക്കുമ്പോൾ, ആത്മീയ ഗോളത്തിലേക്ക് നാം നോക്കുമ്പോൾ ആത്മാവിനെ കരുതി ജീവിക്കുന്ന ചെറിയ ഒരു ന്യൂനപക്ഷം മാത്രമേ ഉള്ളൂ. വചനം കേൾക്കുന്ന എത്രമാത്രം ആളുകൾ. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 17-ാമത്തെ വാക്യം, യോഹന്നാൻ 7:17, വചനം കേൾക്കാനും വന്ന് ദേവാലയത്തിൽ പെരുന്നാൾ കൂടാനെല്ലാം വന്ന ആളുകളോട് കർത്താവ് ഒരു കാര്യം പഠിപ്പിച്ചു. എന്താണ് പഠിപ്പിച്ചത്? അവന്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ ഈ ഉപദേശം ദൈവത്തിൽ നിന്നുള്ളതോ ഞാൻ സ്വയമായി പ്രസ്താവിക്കുന്നതോ എന്ന് അറിയും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യണമെന്ന് ആഗ്രഹമില്ലാതെ വചനം കേട്ടാലോ പള്ളിയിൽ പോയാലോ പെരുന്നാൾ കൂടിയാലോ യാതൊരു പ്രയോജനവുമില്ല. വചനം കേട്ടാലും പ്രയോജനമില്ല. ദൈവത്തിൻ്റെ ഇഷ്ടം എനിക്ക് ചെയ്യണം, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം എനിക്ക് ജീവിക്കണം. എനിക്ക് സ്വന്തം ഇഷ്ടപ്രകാരമല്ല നടക്കേണ്ടത്, ദൈവ ഇഷ്ടപ്രകാരം നടക്കണം.
ദൈവവചനം അനുസരിച്ച് ജീവിക്കണം. ആ സമർപ്പണം വന്നതിന് ശേഷം നാം ദൈവത്തിൻ്റെ വചനം കേട്ടാലോ നമുക്ക് അതിൻ്റെ പൊരുൾ തിരിഞ്ഞു വരും. അത് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരും. നമുക്കനുസരിക്കാനുള്ള മനസ്സ് വരും. കാരണം ദൈവത്തിൻ്റെ ഇഷ്ടം എനിക്ക് അനുസരിക്കണം, അതിനു വേണ്ടിയാണ് ദൈവവചനം കേൾക്കുന്നത്. കൺവെൻഷൻ പ്രസംഗം നടക്കുന്നു. ധാരാളം പേര് കൺവെൻഷൻ കേൾക്കാൻ വരും. പാട്ട് കേൾക്കാൻ വരുന്നവരുണ്ട്, ഇന്നയാളുടെ പ്രസംഗം കേൾക്കാൻ വരുന്നുണ്ട്. ഇന്നയാളുടെ പ്രസംഗത്തിൽ കഥകളുണ്ടാകും, ഇന്നയാളുടെ പ്രസംഗത്തിൽ അതിനൊരു പ്രത്യേക ശൈലിയുണ്ട്. ഇതൊക്കെ അന്വേഷിച്ച ആളുകൾ വരും. പക്ഷേ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാൻ ആഗ്രഹിക്കുന്നവൻ അവൻ മാത്രമേ കർത്താവിൻ്റെ വചനം പൊരുൾ തിരിച്ച് മനസ്സിലാകുകയുള്ളൂ, അത് കേട്ടാൽ പ്രയോജനപ്പെടുകയുള്ളൂ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 48-ാം അധ്യായം 10-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 48:10. യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ, രക്തം ചൊരിയാതെ വാൾ അടക്കി വെക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യുദ്ധം ചെയ്യാൻ മനസ്സില്ലാത്തവന് പട്ടാളത്തിൽ എന്താ വില? യുദ്ധം ചെയ്യാൻ താല്പര്യമില്ല, അവന് പിന്നെ പട്ടാളത്തിൽ എന്തെങ്കിലും വിലയുണ്ടോ? പട്ടാളത്തിൽ ചേരുക എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യാൻ സന്നദ്ധനാവുക എന്നാണ് അതിൻ്റെ അർത്ഥം. വാളുപയോഗിക്കാൻ തയ്യാറല്ല, പാപത്തോട് പോരാടാൻ തയ്യാറല്ലാതെ ദൈവവേലക്കാരനായാൽ എന്ത് പ്രയോജനം? സ്വന്തം പാപത്തോട് പോരാടാൻ തയ്യാറാകാതെ സുവിശേഷ പ്രാസംഗികനായാൽ എന്ത് പ്രയോജനം? സ്വന്തം വാക്കിനെ നിയന്ത്രിക്കാൻ കഴിവില്ലാതെ സുവിശേഷ രംഗത്തേക്ക് കടന്നു വന്ന് വലിയ വായിൽ പ്രസംഗിച്ചാൽ എന്ത് പ്രയോജനം? ദൈവമക്കളെ, സുവിശേഷ വേലയും സുവിശേഷ പ്രസംഗവും ആത്മീയ രംഗവും ആത്മീയമെല്ലാം പ്രയോജനപ്പെടണമെങ്കിൽ അവനവൻ്റെ പാപത്തോട് പോരാടാനുള്ളതായ ഒരു സമർപ്പണമുണ്ടായിരിക്കണം. പാപത്തോട് പോരാടാതെയുള്ള ദൈവവേല ഉദാസീനതയോടെയുള്ള ദൈവവേലയാണ്. അവൻ ശപിക്കപ്പെട്ടവനാണ്. അതാണ് ഉദാസീനതയോടെയുള്ള ദൈവവേല. പാപത്തോട് പോരാടാതെ സ്വന്തം വാക്കുകൾ, ആ വാക്കുകളിൽ സ്നേഹമില്ല, ആ വാക്കുകളിൽ മാർദ്ദവത്വമില്ല, ആ വാക്കുകളിൽ ജീവനില്ല, ആ വാക്കുകളിൽ ഉപ്പില്ല, കുശുമ്പും കുന്നായ്മയും ഉള്ളതായ ആ നാവ് കൊണ്ട് തന്നെ സുവിശേഷം പറയുക, അതാണ് ഉദാസീനതയോടെയുള്ള ദൈവവേല. വാക്കുകളെക്കുറിച്ചുള്ളതായ ഗൗരവബോധമില്ല, സ്നേഹത്തിന് ദാരിദ്ര്യം. പ്രിയപ്പെട്ടവരെ, സ്നേഹത്തിന് ദാരിദ്ര്യം, വിശുദ്ധിക്ക് ദാരിദ്ര്യം, വിശുദ്ധിയില്ലാതെ ജീവിക്കുക, എന്നിട്ട് ദൈവവേല ചെയ്യുക, അതെല്ലാം ഉദാസീനതയോടെയുള്ള ദൈവവേലയാണ്. ഉദാസീനതയോടെ ദൈവവേല ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. ദൈവത്തിൻ്റെ വചനം അതെപ്രകാരമാണ് നാം അനുസരിക്കേണ്ടത്? നമുക്ക് സദൃശവാക്യം 3-ാം അധ്യായം എടുക്കാം. സദൃശവാക്യം 3-ാം അധ്യായം അതിൻ്റെ ആദ്യമുള്ളതായ വാക്യങ്ങൾ നമുക്കത് വായിച്ചു നോക്കാം. മകനെ, എൻ്റെ ഉപദേശം മറക്കരുത്, നിന്റെ ഹൃദയം എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളട്ടെ. അവ ദീർഘായുസ്സും ജീവകാലവും സമാധാനവും നിനക്ക് വർദ്ധിപ്പിച്ചു തരും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ എപ്രകാരമാണ് ദൈവത്തിൻ്റെ വചനം കാത്തുകൊള്ളേണ്ടത്? കാത്തുകൊണ്ടാലുള്ള പ്രയോജനം എന്താണ്? ദീർഘായുസ്സും ജീവകാലവും സമാധാനവും നിനക്ക് വർദ്ധിപ്പിച്ചു കിട്ടും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വേല ചെയ്യുന്നവൻ, ദൈവത്തിൻ്റെ വചനമനുസരിക്കുന്നവൻ കൽപ്പനകളെ കാത്തുകൊള്ളണം. ദൈവവചനം അനുസരിച്ചുകൊണ്ട് വേല ചെയ്താൽ അതിൻ്റേതായ പ്രയോജനമുണ്ട്, സാറ്റിസ്ഫാക്ഷനുണ്ട്, അത് നിനക്ക് സമാധാനം തരികയും ചെയ്യും. പിന്നീട് വായിച്ചു നോക്കാം. ദയയും വിശ്വസ്തയും നിന്നെ വിട്ടുപോകരുത്, അവയെ നിന്റെ കഴുത്തിൽ കെട്ടിക്കൊള്ളുക, നിന്റെ ഹൃദയത്തിന്റെ പലകയിൽ എഴുതിക്കൊള്ളുക. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനം സ്വന്തം ഹൃദയത്തിൻ്റെ പലകയിൽ എഴുതിയിട്ട് വേണം ദൈവത്തിൻ്റെ വചനം മറ്റുള്ളവർക്ക് വിളമ്പി കൊടുക്കാനായിട്ട്. വചനം ഹൃദയത്തിൽ കിടന്നോ ഇല്ലയോ എങ്ങനെ അറിയാം? നമുക്കറിയാം, പണ്ടത്തെ കാലത്ത് മെയിലൊക്കെ ഇമെയിൽ വായിക്കുക, അല്ലെങ്കിൽ ഒരു ലെറ്റർ വായിക്കുക. അത് വായിച്ചിട്ട് ആ വ്യക്തി തന്നെത്താനെന്ന് പുഞ്ചിരിക്കുന്നു വിചാരിക്കുക. നമുക്ക് ആ പുറമേ നിന്ന് തന്നെ അറിയാം ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ആ ലെറ്റർ സ്പർശിച്ചു, അല്ലെങ്കിൽ ആ മെയിൽ വായിച്ചു, ആ വ്യക്തിയുടെ ഉള്ളിൽ അത് സ്പർശിച്ചു എന്നുള്ളത് അവൻ്റെ മുഖഭാവത്തിൽ നിന്നറിയാം. ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനം അകത്ത് കടന്നോ ഇല്ലയോ എന്നുള്ളത് ആ മനുഷ്യൻ്റെ സ്വഭാവത്തിലൂടെ അറിയാം. ആ വ്യക്തിയുടെ സ്വഭാവം നോക്കി അറിയാം. വചനം പ്രസംഗിക്കുന്നവൻ്റെ വൃക്ഷത്തെ ഫലം കൊണ്ടറിയാം. ആ വ്യക്തിയുടെ ഉള്ളിൽ വചനം കടന്നുപോയി നമുക്കറിയാം. അടുത്ത വാക്യം നമുക്ക് വായിക്കാം. അങ്ങനെ നീ ദൈവത്തിന്റെ മനുഷ്യർക്കും ബോധ്യമായ ലാവണ്യവും സൽബുദ്ധിയും പ്രാപിക്കും. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്.
നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്, യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറുക. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഇതെല്ലാം ദൈവത്തിൻ്റെ കൽപ്പനകളാണ്. ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുക, സാക്ഷ്യം പറയുക, കൺവെൻഷൻ നടത്തുക, ഇതെല്ലാം ഒരു വശത്തു കൂടെ നടക്കുകയും തനിക്ക് തന്നെ ജ്ഞാനിയായി തോന്നുക, സ്വന്തം വിവേകത്തിൽ ഊന്നുക, ഇതെല്ലാമാണ് ഉദാസീനതയോടെയുള്ള ദൈവവേല എന്ന് പറയുന്നത്. അല്ലാതെ ഒന്നും ഉറങ്ങിപ്പോയതോ പ്രാർത്ഥന സമയത്തൊന്നും ഇരുന്ന് ഉറങ്ങിപ്പോയതൊന്നുമല്ല. വാസ്തവത്തിൽ ഹൃദയത്തിൽ എഴുതി കിട്ടാത്ത വചനം പ്രസംഗിക്കുക, പാപത്തോട് പോരാടാതെ ദൈവത്തിൻ്റെ വേല ചെയ്യുക, സ്വന്തം വിവേകത്തിൽ ഊന്നുക, ഇപ്രകാരമുള്ളതായ ആ ദോഷങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കിട്ടണം. പ്രിയപ്പെട്ടവരെ, മനുഷ്യപുത്രൻ്റെ കാലം വരുന്നു, ന്യായവിധിയുടെ കാലം വരുന്നു. ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നു, എല്ലാറ്റിനും ഒരു ന്യായവിധിയുണ്ട്. ദൈവത്തിൻ്റെ വചനം സ്പഷ്ടമായി പറയുന്നു, യേശുക്രിസ്തു രണ്ടാമത് വരുമെന്ന് പറയുന്നു, ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ്. ഇതെല്ലാം മനുഷ്യരായ നമ്മൾക്ക് കൃത്യമായി പഠിക്കാൻ തന്നിരിക്കുന്നതായ വചനമാണ്. യേശുക്രിസ്തു രണ്ടാമത് വരും, യേശുവേ വരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹമുണ്ട് ഇന്ന്. പക്ഷേ ഇന്ന് ക്രൈസ്തവരിൽ എത്ര പേർ അത് ആഗ്രഹിക്കുന്നുണ്ട്? എത്ര പേര് പ്രാർത്ഥിക്കും? പരിശുദ്ധ കുർബാനയിൽ നാം പറയും, കർത്താവേ നിൻ്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു, നിൻ്റെ ഉയർത്തിനേപ്പിനെ ഞങ്ങൾ ഏറ്റുപറയുന്നു, നിൻ്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിനായി ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്ന സമൂഹമാണെങ്കിൽ പോലും ഇത്ര പേര് ജീവിതത്തിൽ അതിനുള്ളതായി ഒരുക്കം നടക്കുന്നുണ്ട്. സുവിശേഷ രംഗത്ത് ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചും അവൻ്റെ തേജസ്സിൻ്റെ സിംഹാസനത്തെക്കുറിച്ചും എല്ലാം വിശദമായിട്ട് പ്രസംഗിക്കുന്നവരെല്ലാം ഉണ്ട്. ഇതൊന്നും കുറ്റം പറയുന്നില്ല. പക്ഷേ പ്രധാനമായും മനുഷ്യരായി നമുക്ക് ആവശ്യം ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് മുമ്പ് നാം ഒരുങ്ങുന്നുണ്ടോ എന്നുള്ളതാണ്. അതിന് ലക്ഷ്യമാക്കി നാം ജീവിക്കുന്നുണ്ടോ? അതിനെ ഫേസ് ചെയ്യാൻ വേണ്ടി നാം ഒരുക്കമുള്ളവരാണോ? കുഞ്ഞാടിൻ്റെ കല്യാണം വന്നിരിക്കുന്നു, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ഈ ലോകത്തിലെ വിവാഹത്തിനെല്ലാം കാന്തയായ മണവാട്ടിയെ ഒരുക്കുന്നത് ബ്യൂട്ടീഷ്യനാണ്, ബ്യൂട്ടി പാർലറുകാരാണ്. എന്നാൽ കുഞ്ഞാടിൻ്റെ കല്യാണം, കർത്താവായ യേശുവിന്റെ രണ്ടാമത്തെ വരവിൽ ആ വിശ്വാസിയെ ഒരുക്കേണ്ടത് അവൻ തന്നെത്താൻ ഒരുങ്ങണം. കുഞ്ഞാടിൻ്റെ കല്യാണത്തിന് തന്നെത്താൻ ഒരുങ്ങണം, തന്നെത്താൻ ശുദ്ധീകരണം പ്രാപിക്കണം, തന്നെത്താൻ പാപം വിട്ടൊഴണം, തന്നെത്താൻ പാപത്തോട് പോരാടണം, അഥമ വികാരങ്ങളെ ജയിക്കണം, വാശിയും വൈരാഗ്യവും മാറ്റിക്കിട്ടണം. അതിനായി മുട്ടുമേലിരുന്ന് പ്രാർത്ഥിക്കണം. മുട്ടുമടക്കി ദൈവസന്നദ്ധയിൽ ഇരുന്നിട്ട് കർത്താവേ പാപ സ്വഭാവം മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കണം. സ്വഭാവം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം, കോപം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം, അശുദ്ധി മാറിക്കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. സഹോദരങ്ങളെ, തന്നെത്താൻ ഒരുങ്ങുന്നതായ ഒരു മണവാട്ടിയായി തീരുക. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് തീർച്ചയായും പ്രത്യാശ തരുന്നതായ ചിന്തയാണിതെല്ലാം. പ്രത്യാശ തരുന്ന ചിന്ത. ദൈവത്തിന് സ്തോത്രം. എല്ലാറ്റിനും ഒരു കാലമുണ്ട്, എല്ലാറ്റിനും ഒരു സമയമുണ്ട്. സമയമായപ്പോൾ യേശു പെസഹ ആചരിച്ചു, നാം ചിന്തിച്ചിട്ടുണ്ട്. മനുഷ്യപുത്രൻ്റെ ദിവസം കാണുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് പ്രിയപ്പെട്ടവരെ കർത്താവ് പഠിപ്പിച്ചു. നോഹയുടെ കാലം, ലോത്തിൻ്റെ കാലം. ദൈവമക്കളെ, നമുക്കും ഒരു കാലമുണ്ട്, എല്ലാറ്റിനും ഒരു കാലമുണ്ട്. ജനിപ്പാനൊരു കാലം, മരിപ്പാനൊരു കാലം, ഒരുങ്ങാനൊരു കാലം, എല്ലാറ്റിനും ഒരു കാലമുണ്ട്. നമുക്ക് അപ്പോസ്തലപ്രവൃത്തികൾ നോക്കാം. 27-ാം അധ്യായം 29-ാമത്തെ വാക്യം വായിക്കാം. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 27-ാം അധ്യായം 29-ാമത്തെ വാക്യം വായിച്ച് നോക്കാം. പാറസ്ഥലങ്ങളിൽ അകപ്പെടും എന്ന് പേടിച്ച് അവർ അമരത്ത് നിന്ന് 4 നങ്കൂരമിട്ട് നേരം വെളുപ്പാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. നേരം വെളുപ്പാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. അപ്പോസ്തലനായ പൗലോസ് ഉൾപ്പെടെ ആ കപ്പലിൽ 276 യാത്രക്കാരുണ്ടായിരുന്നു. അവർ റോമിലേക്ക് പോവുകയായിരുന്നു. നമ്മുടെ വായിക്കുന്നു, നേരം വെളുപ്പാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. കാരണം ദൈവമില്ലാതെ സന്തോഷം തിരഞ്ഞെടുത്ത് മുമ്പോട്ട് പോയതായ ഒരു യാത്രയായിരുന്നു അത്. ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് പകരം സ്വന്തം വിവേകത്തിലൂന്നിയുള്ളതായ ഒരു യാത്രയായിരുന്നു ആ കപ്പലിൻ്റെ യാത്രയെന്നെല്ലാം ആ അധ്യായം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. നേരം വെളുപ്പാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. സഹോദരങ്ങളെ, നമ്മൾ എത്രയോ പേരെ കാണുന്നു, എത്രയോ പ്രാർത്ഥനാ വിഷയങ്ങൾ
പ്രാർത്ഥന ചോദിച്ചുകൊണ്ടുള്ളതായ പ്രാർത്ഥനാ വിഷയങ്ങൾ വായിക്കുന്നു. എല്ലാം വായിക്കുമ്പോൾ സങ്കടം തോന്നുന്നൊരു കാലമുണ്ട്. മനുഷ്യനൊരു കാലം അവന് ബോധിച്ച രീതിയിൽ, അവൻ്റേതായ രീതിയിൽ, അവൻ്റെ ശരികളിൽ വെച്ചുകൊണ്ട് ഇഷ്ടം പോലെ ജീവിച്ചൊരു കാലം. ദൈവത്തിന് സ്തോത്രം. അവസാനമാണ് മനുഷ്യൻ അറിയുന്നത് ഇരുട്ടിലായി, കൂരിരുട്ടിലായി. ഇനി നേരം വെളുപ്പാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് മനുഷ്യൻ പ്രാർത്ഥന ചോദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, 27-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം വായിച്ചു നോക്കാം. 27-ാം അധ്യായം 20-ാമത്തെ വാക്യം. വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചും കൊണ്ടിരിക്കിയാൽ ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും അറ്റുപോയി. ദൈവത്തിന് സ്തോത്രം. ആശയറ്റുപോയതായ ഒരു ജീവിത രീതി. എത്രയോ പേരാണ് ആശയറ്റു പോകുന്നത്. ഇറങ്ങി പുറപ്പെടുമ്പോൾ ഓർക്കുന്നില്ല, ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അറിയുന്നില്ല, ഗതിമാറ്റം വരുമ്പോൾ അറിയുന്നില്ല, അഭിപ്രായങ്ങൾ പറയുമ്പോൾ അറിയുന്നില്ല, അഭിപ്രായങ്ങളുടെ പുറകെ സ്വന്തം വിവേകത്തിൽ ഊന്നി പോകുമ്പോൾ അറിയുന്നില്ല. കാലം കഴിയുമ്പോൾ ആശയറ്റുപോകുന്നു. കൃത്യമായിട്ടുള്ള ആലോചന അപ്പോസ്തലനായ പൗലോസ് കൊടുത്തിരുന്നു. 21-ാമത്തെ വാക്യം വായിച്ചു നോക്കാം. 21-22 വാക്യം വായിച്ചു നോക്കാം. അവർ വളരെ പട്ടിണി കിടന്ന ശേഷം പൗലോസ് അവർ നടുവിൽ നിന്നുകൊണ്ട് പറഞ്ഞത്, പുരുഷന്മാരെ, എൻ്റെ വാക്കനുസരിച്ച് ക്രേത്തയിൽ നിന്ന് നീക്കാതെയും ഈ കഷ്ടനഷ്ടങ്ങൾ സമ്പാദിക്കാതെയും ഇരിക്കേണ്ടതായിരുന്നു. എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടിരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ചെയ്യേണ്ടത് വേണ്ട സമയത്ത് ചെയ്തില്ല, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു, ജീവിതം താറുമാറായി. ഈ വചനം കേൾക്കുന്ന നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ നേരം വെളുപ്പാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. പാപം ചുമക്കുന്ന എത്രമാത്രം ആളുകൾ ഓരോ കാലത്ത് ഓരോ പ്രവൃത്തികൾ ചെയ്തു. ഇന്നും ഒരു കുറ്റവാളിയെപ്പോലെ ജീവിക്കുന്ന ആളുകൾ. അവരവരോട് തന്നെ ക്ഷമിക്കാൻ അവർക്ക് കഴിയുന്നില്ല. സ്വന്തം പ്രവൃത്തി തന്നെ, സ്വന്തം തീരുമാനങ്ങൾ, കഴിഞ്ഞ കാലങ്ങളെടുത്ത തീരുമാനങ്ങൾ ക്ഷമിക്കാൻ അവർക്ക് പറ്റുന്നില്ല. അവരവരോട് തന്നെ ക്ഷമിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആരോട് ക്ഷമിക്കുന്നില്ല. എൻ്റെ തീരുമാനങ്ങൾ തെറ്റിപ്പോയി, അന്ന് പാപം ചെയ്തു പോയി, അത് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞുപോയി, അന്ന് തെറ്റിൽ അകപ്പെട്ടു പോയി. അവർക്ക് ഒരിക്കലും അവരോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല. ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലേക്ക് വരുന്നു പോലുമില്ല. നിരാശയിൽ കഴിയുന്ന വലിയൊരു കൂട്ടം ആളുകൾ, നമുക്ക് ചുറ്റും കരയുന്ന വലിയൊരു കൂട്ടം ആളുകളുണ്ട്. അവർ കഴിഞ്ഞ കാലങ്ങളിൽ പാപത്തിൽ വീണുപോയവരാണ്. ചില തീരുമാനങ്ങളിൽ പതറിപ്പോയവരാണ്. ചില തീരുമാനങ്ങളിൽ അവർ അടിപതറിപ്പോയവരാണ്. അവർ നേരം വെളുപ്പാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ളവരെ സഹായിക്കാൻ ആർക്ക് കഴിയും? അപ്രകാരം വേദനിക്കുന്ന സമൂഹത്തോട് പറയാൻ എന്തുണ്ട്? അവരെ സഹായിക്കാൻ ആർക്ക് കഴിയും? അപ്പോസ്തലനായ പൗലോസ് ആ കപ്പലിലെ ഒരു യാത്രക്കാരനായിരുന്നു. അപ്പോസ്തലൻ അവരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. 34-ാമത്തെ വാക്യം വായിക്കാം. അതുകൊണ്ട് ആഹാരം കഴിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അത് നിങ്ങളെ രക്ഷയ്ക്കുള്ളതല്ലോ. നിങ്ങളിൽ ഒരുത്തൻ്റെയും തലയിലെ ഒരു രോമം പോലും നഷ്ടമാകുകയില്ല, നിശ്ചയം എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പ്രത്യാശയുള്ള ഒരുവനുണ്ടായിരുന്നു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാൾ ആ പടകിലുണ്ടായിരുന്നത് കൊണ്ട് നാശിയേറ്റ് പോയവർക്ക്, നേരം വെളുപ്പാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്നവർക്ക് അവസാനം നേരം വെളുത്തുവെന്നാണ് നാം വായിക്കുന്നത്. അതിൻ്റെ അവസാനത്തെ അധ്യായത്തിൻ്റെ അവസാനത്തെ ആ ലൈനൊന്ന് വായിക്കൂ, അവസാനത്തെ ലൈനൊന്ന് വായിക്കൂ. ഇങ്ങനെ എല്ലാവരും കരയിലെത്തി രക്ഷപ്പെടുവാൻ സംഗതി വന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, എന്താണ് കാരണം? ഒരു വിശ്വാസി അവിടെ ഉണ്ടായിരുന്നു. ഭവനത്തിലൊരു വിശ്വാസി ഉണ്ടെങ്കിൽ, പ്രിയ ദൈവത്തിലെ, നീ ഒരാൾ നിൻ്റെ ഭവനത്തിൽ നിൽക്കാൻ സാധ്യതയുണ്ടെങ്കിൽ, നീ ഒരാൾ സമർപ്പണമെടുത്ത് നിന്നാൽ, നീ ഒരാൾ യേശുവിന് ജീവിതം കൊടുത്ത് നിന്നാൽ, എല്ലാവരും രക്ഷപ്പെടാനിട വന്നു. ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. 276 പേരിൽ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ വിശ്വാസി. എൻ്റെ പ്രിയപ്പെട്ടവരെ, മതി, ഒരാൾ മതി. ഒരേ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവനിൽ നിന്നുകൊണ്ട് യേശു ക്രിസ്തു പ്രവർത്തിച്ചു. ഇന്ന് നിരാശയോടിരിക്കുന്ന ജനസമൂഹം, കുടുംബങ്ങളിൽ ആശയറ്റ് കിടക്കുന്ന ആളുകൾ, വഴിതെറ്റിപ്പോയി, കാല് വഴുതിപ്പോയി, സ്വഭാവത്തെ തെറ്റുപറ്റിപ്പോയി, ശാപം പേറുന്ന ആളുകൾ, പിതാക്കന്മാരുടെ പാപം മൂലം എനിക്ക് കഷ്ടം വന്നു, എൻ്റെ പാപം മൂലം എൻ്റെ തലമുറയ്ക്ക് കേടുവന്നു, അങ്ങനെ തലമുറയായി ശാപത്തിന് ഞാൻ ഇടവരുത്തി എന്നെല്ലാം സങ്കടപ്പെട്ട് കരയുന്ന വലിയൊരു സമൂഹത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവമക്കളെ, അവർക്കെല്ലാം ആശ്വാസം കൊടുക്കാൻ ഒരാൾ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന
ഒരാൾക്ക് ആ കുടുംബങ്ങളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. നിരാശയുടെ കാലത്ത് നിന്ന് പ്രത്യാശയുടെ കാലത്തേക്ക് ജനത്തെ വിടിവെച്ചു കൊണ്ടുവരുവാൻ ഒരാൾ മതി. സഹോദരാ, നീ ഒരാൾ തയ്യാറാണോ? അപ്പോസ്തലനായ പൗലോസ് അതിന് ശക്തനായി. കാരണം അവൻ ക്രിസ്തു ഉള്ളവനായിരുന്നു. നിങ്ങൾ ക്രിസ്തു ഉള്ളവരാണോ പ്രിയപ്പെട്ടവരെ? നിങ്ങൾ യേശുവിന് ജീവിതം കൊടുത്തവരാണോ? എങ്കിൽ നിങ്ങളിൽ നിന്നുകൊണ്ട് ദൈവം പ്രവർത്തിക്കും. നിങ്ങളിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം, അവർക്ക് ആശ്വാസം കൊടുക്കാൻ പറ്റും, പ്രത്യാശയുടെ വചനം കൊടുക്കാൻ പറ്റും, ധൈര്യപ്പെടുത്താൻ പറ്റും. ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല എന്നും പാപത്തിൻ്റെ ഭാരം ചുമക്കേണ്ട കാര്യമില്ല. ദൈവമക്കളെ, ഞാൻ ചെയ്ത പാപത്തിൻ്റെ ഭാരം ഞാൻ ഒരിക്കലും ചുമക്കാൻ പ്രാപ്തിയുള്ളവനല്ല. അത് ചുമക്കാനുള്ള കഴിവ് ഈ ലോകത്തിലൊരു മനുഷ്യനുമില്ല. എന്നാൽ എൻ്റെ പാപത്തിൻ്റെ ഭാരം ഒരാൾ ചുമന്നതുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. ഏതൊരുവനും പ്രിയപ്പെട്ടവരെ, 2000 കൊല്ലം മുമ്പ് എൻ്റെ പാപത്തിന് പരിഹാരമായി യേശു കാൽവരിയിൽ മരിച്ചു. ആ ഒരൊറ്റ വിശ്വാസമാണ്, ആ ഒരു ബലം കൊണ്ടാണ് ഞാൻ തലപൊക്കി നിൽക്കുന്നത്. ഇന്ന് സുവിശേഷ രംഗത്ത് പ്രകാശമായി നിൽക്കുവാൻ നീ ഒരാൾ തയ്യാറാണോ? ദൈവത്തിൻ്റെ വേലക്കാരനായി നിൽക്കുവാൻ സഹോദര, നീ ഒരാൾ തയ്യാറാണോ? തകർന്ന കുടുംബങ്ങളിലേക്ക് ചെന്ന് തകർന്ന വ്യക്തികളെ ആശ്വസിപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിൽ പരിഹാരമുണ്ട്, യേശുവിൽ പരിഹാരമുണ്ട്. കഴിഞ്ഞകാല പാപത്തിൻ്റെ ശിക്ഷയായിട്ട് ഇന്ന് പാപം ചുമക്കേണ്ട ആവശ്യമില്ല. നിൻ്റെ പാപം സമ്മതിക്കുക മാത്രം ചെയ്യുക. അതുമാത്രമേ ദൈവം ചോദിക്കുന്നുള്ളൂ. പാപം സമ്മതിച്ചാൽ നിനക്ക് ഭാവിയുണ്ട്. നിൻ്റെ പാപത്തിൻ്റെ ശിക്ഷയല്ല നീ ചുമക്കേണ്ടത്. നിൻ്റെ പാപം സമ്മതിച്ചാൽ നിനക്ക് മോചനമുണ്ട്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിലേക്ക് തിരിയുക. നേരം വെളുക്കാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു, നേരം വെളുത്തു. കാരണം അവർ യേശുവിനെ അറിയാനിട വന്നു. നന്ദിയോടെ എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ നിർത്താൻ ആഗ്രഹിക്കുന്നു. എല്ലാറ്റിനും ഒരു കാലമുണ്ട്. സുവിശേഷത്തിലേക്ക് വരിക, സുവിശേഷത്തിലേക്ക് വരിക, ക്രിസ്തുവിൻ്റെ സാക്ഷിയാകുക. നേരം വെളുക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് കണ്ണുനീരോടെ കഴിയുന്നവരുടെ മധ്യത്തിലേക്ക് ഇറങ്ങി ചെല്ലുക. ക്രിസ്തുവിനെ കൊടുക്കുക, സുവിശേഷം കൊടുക്കുക. സുവിശേഷത്തിലൂടെ അവരെ ധൈര്യപ്പെടുത്തുക. അവർക്ക് വേണ്ടി ക്രിസ്തു മരിച്ചു എന്നുള്ള സത്യം ആ ജനത്തെ ബോധം വരുത്തി കൊടുക്കുക. അതിനായി നമ്മളെ തന്നെ നമുക്ക് സമർപ്പിക്കാം. സ്വർഗീയ പിതാവേ, ഒരു നല്ല വേലക്കാരനാകാൻ, സമർപ്പണമുള്ള വേലക്കാരനാകാൻ, ആശ്വസിപ്പിക്കുന്നൊരു വേലക്കാരനാകാൻ, ശുദ്ധിയുള്ള വേലക്കാരനാകാൻ ഇതാ ഞാൻ സമർപ്പിക്കുന്നു. എന്നെ അംഗീകരിക്കണമേ, എന്നെ സ്വീകരിക്കണമേ. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമീൻ.